ഇതിൽ തിരുവന്നാർ ശശി തരൂരിനെ വരും. എന്തുകൊണ്ടെന്നില്ല ചെല്ലുമ്പോൾ ജനങ്ങൾ അങ്ങനെ പറഞ്ഞ് നടക്കണം. തരൂർ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ വോട്ട് കുറവാണ്, വോട്ട് കിടക്കുന്ന അങ്ങോട്ടാണ്. അവിടെയെല്ലാം പോയാൽ തരൂർക്ക് തന്നെ വോട്ട് കൂടുതൽ കിട്ടും. അതേ നടക്കുള്ളൂ. ശശി തരൂർ എന്ന് പറഞ്ഞാൽ അയാളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയില്ലേ. അപ്പം ശശി തരൂർ തന്നെ വരുമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ BJP സർക്കാരെ താഴെ ഇറക്കണ്ടേ. BJP ആണല്ലോ മതപരമായിട്ട് എല്ലാ തീവ്രവാദ ആളുകളെ ഒക്കെ തമ്മിലടിപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു കോൺഗ്രസ് ഭരണം വന്നാലേ ഇന്ത്യ അതാ അത് ഇന്ത്യയിൽ മൊത്തം ഭരണം കോൺഗ്രസ് വന്നാലേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു സുരക്ഷ ഉണ്ടാവുള്ളൂ. അല്ല BJP ഭരിച്ചിട്ടിരുന്നാൽ അവർ പല വേലകളും കാണിക്കലാണ്. ഒരു സ്ഥലത്ത് മാത്രം കുറിച്ച് പറയണല്ലോ, ഇത് കടപ്പുറം ഏറിയാണ്, കടലിൻ്റെ കരയാണ്. ആ കരയൊക്കെ അവർ കുറഞ്ഞ് വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. കോൺഗ്രസ് ജയിക്കും. അങ്ങനെ സ്ഥിരം മണ്ഡലമൊക്കെ അങ്ങനെ ജയിക്കും. തീരപ്രദേശം എല്ലാം അവർക്ക് തന്നെ. പോനായാലും തീരപ്രദേശം മൊത്തം അയാൾക്ക് തന്നെ വോട്ട്. നമ്മളെ കേരളത്തിൻ്റെ ആകർത്തി പോലെ ഇവിടെ പൂന്തറ സിറ്റിക്കകത്ത് തന്നെ കുറച്ച് വോട്ട് മറ്റുള്ള പാർട്ടിക്കാർക്ക്. കാരണം അങ്ങനെ എപ്പോഴും ഇവിടെ വന്ന് ആളുകൾ പാവപ്പെട്ടവനൊക്കെല്ലാം എന്തെങ്കിലുമൊക്കെ വന്ന് കണ്ട് പിടിച്ച് സഹായിച്ചിട്ടുണ്ട്. ഉണ്ടാവും. ഇനിയും വരുന്ന 5 വർഷം തരൂരുണ്ടാവും വിശ്വസിക്കുന്നു. രണ്ട് നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഈ രണ്ടുപേരെയും കേട്ട് നമ്മൾ തരൂരാണ്. 3 പേരും ഒന്നുപോലെയാണ്. ഞാനൊരു ബിസിനസ് മാനാണ്, അതുകൊണ്ട് ആരെയും നമുക്ക് പ്രത്യേകിച്ച് വേർതിരിക്കാൻ പറ്റില്ല. 3 പേരും ഒന്നുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലാരെങ്കിലും ഒരാൾ ജയിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ശശി തരൂർ 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിലും 25,000 വോട്ടിനെങ്കിലും ശശി തരൂർ ജയിക്കും. ശശി തരൂർ കുഴപ്പമില്ല, കൊള്ളാം. അദ്ദേഹം തന്നെ ജയിക്കും. 50,000 വോട്ട് ജയിക്കും, ഉറപ്പ്. UDF ജയിക്കും, 20 സീറ്റും പിടിക്കും. ശശി തരൂർ 20 സീറ്റും പിടിക്കും. പക്ഷേ ഇപ്പം വന്നിട്ട് ഇവിടെ ജയിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ഇപ്പം അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കാനുള്ള ഒരു സാധ്യത ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുകയാണെന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട്. അതാണ് നമ്മളെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ BJP കാരനാണ്. ഞാൻ ചന്ദ്രശേഖർ ജയിക്കുമെന്നേ ഞാൻ പറയുള്ളൂ.